ഹലോ. അപ്പോൾ നമുക്ക് ഇന്നത്തെ നമ്മുടെ പവിത്രം സീരിയൽ ഇന്ന് വരാനിരിക്കുന്ന എപ്പിസോഡിന്റെ ഒരു പ്രൊമോയിലോട്ട് പോയാലോ. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു നിർത്തിയത് നമ്മുടെ വിക്രമും വേദയും കാട്ടിലിരുന്ന് വിക്രം കാര്യങ്ങൾ പറയുകയാണ്. എൻ്റെ മനസാക്ഷിക്ക് നീതി എന്ന് തോന്നിയ കാര്യങ്ങൾ മാത്രമാണ് ഞാൻ ചെയ്തിട്ടുള്ളതെന്നും എന്നാൽ അത് ന്യായമാണോ എന്ന് വേദ ചോദിക്കുന്നുണ്ട്. അപ്പോൾ വിക്രം പറയുന്നുണ്ട്, വിനായകന് നമ്മുടെ വാസുവിനെ പോലെയുള്ള ഗുണ്ടകൾ ചെയ്യുന്ന ഓരോ അവരുടെ പവറും അവരുടെ ക്രൂരമായ പ്രവൃത്തികളും കൊണ്ട് അവർക്ക് ഇത് തന്നെ ഞാൻ ചെയ്ത് എൻ്റെ മനസാക്ഷിക്ക് ചെയ്ത കാര്യം തന്നെയാണ് ശരി എന്നുള്ളത് വിക്രം പറയുന്നുണ്ട്. എന്നിട്ട് വിക്രം പറയുന്നുണ്ട്, ഞാൻ ചെയ്ത തെറ്റിന് നീ ഒന്ന് ഓർത്തുക, ഞാൻ ചെയ്ത തെറ്റിനാണെങ്കിൽ നിന്നെ ഇതുപോലെ ഇങ്ങനെ കൊണ്ടുവന്ന് പിടിച്ച് കെട്ടി ശിക്ഷിക്കേണ്ട കാര്യമുണ്ടോ? ഇതെല്ലാം പോട്ടെ, നമ്മുടെ ജീനയ്ക്ക് വന്ന അവസ്ഥ കണ്ടില്ലേ? അപ്പൊ വേദ ഞെട്ടലോടുകൂടെ ചോദിക്കുകയാണ് എന്താണ്. അതാണ് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ട് നിർത്തിയത്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ വരാൻ പോകുന്നത്. അപ്പോൾ വേദ വീണ്ടും ചോദിക്കണം, എന്താണ് വിക്രം പറയോ, നമ്മുടെ ജീനയ്ക്ക് എന്താണ് സംഭവിച്ചത്? കാര്യം അവള് അന്ന് ആ ഓട്ടോയിലാണ്, ജീനയുടെ ഓട്ടോയിലാണ് നമ്മുടെ വേദയുടെ വീട്ടിൽ നിന്ന് വേദ ഓട്ടോയിൽ കയറി വരുന്നതും ആ ഓട്ടോയ്ക്കകത്ത് നിന്നാണ് വേദേനെ ഗുണ്ടകൾ കൊണ്ടുപോകുന്നതും. അപ്പോൾ ജീനയ്ക്ക് ഇനി എന്താ സംഭവിച്ചെന്നുള്ള ഒരു പേടിയും ഒരു ഞെട്ടലോട് കൂടിയാണ് വേദ വിക്രമിനോട് പറയുന്നത്. അപ്പം വിക്രം അന്നേരമാണ് പറയണത്, നിന്നെ ആ ഓട്ടോയിൽ നിന്ന് ഗുണ്ടകൾ പിടിച്ചു കൊണ്ടുപോയ സമയത്ത് നമ്മുടെ ജീന ആ വണ്ടിയുടെ പുറകെ ഓടുകയും സൈഡിൽ കൂടെ വന്ന ലോറി അവളെ ഇടിച്ച് ആ സമയം മരണപ്പെടുകയും ചെയ്തു എന്നുള്ളത്. പക്ഷെ ഇതൊട്ടും വേദയ്ക്ക് താങ്ങാൻ പറ്റുന്ന ഒരു കാര്യമായിരുന്നില്ല. വേദയ്ക്ക് എന്ന് വെച്ചാൽ പെട്ടെന്ന് അവള് കാരണമായില്ലേ എന്നുള്ളതും കൂടെ ഉള്ള ഒരു ചിന്തയായിരുന്നു. അങ്ങനെ ഒരുപാട് വിങ്ങിപ്പൊട്ടി അവള് കരയുകയും വിക്രം സമാധാനിപ്പിക്കുകയും ചെയ്യുന്ന രംഗാണ്. പിന്നെ നേരെ കാണിക്കുന്നത് നമ്മുടെ മാഷിന്റെ വീടാണ്. നമ്മുടെ മുത്തശ്ശിയും വേദയുടെ അമ്മയൊക്കെ വന്നിരിക്കുകയാണ്. അപ്പൊ ശ്രീജ ചായയൊക്കെ എടുത്തു വെച്ചു. അപ്പൊ എല്ലാവരും പുറത്തു നിന്ന് അകത്തോട്ട് ചെന്നിരുന്ന് ചായയൊക്കെ കുടിക്കുന്ന സിറ്റുവേഷൻ ആണ്. എന്നിട്ട് സമാധാനം കിട്ടുന്ന രീതിയിലുള്ള വാക്കുകൾ ശ്രീജ അവരെ പറഞ്ഞ് സമാധാനിപ്പിക്കുന്നുണ്ട്. കാര്യം എന്ന് വെച്ചാൽ അമ്മയും മുത്തശ്ശിയും സങ്കടപ്പെടേണ്ട, എന്തായാലും വിക്രമിന്റെ കൂടെ തന്നെയായിരിക്കും നമ്മുടെ വേദ. കാര്യം പരസ്പരം അവര് കിരിയും പാമ്പിനെ പോലെ നമ്മുടെ മുന്നിൽ ആക്ട് ചെയ്താലും ഉള്ളുകൊണ്ട് രണ്ടുപേർക്കും പരസ്പര സ്നേഹമാണ് എന്നൊക്കെ ശ്രീജ പറയുന്നുണ്ട്. അത് മാത്രമല്ല, മുത്തശ്ശി വിക്രമിനെ വിളിച്ച സമയത്ത് വിക്രം എന്ത് പറഞ്ഞു, ഞാൻ നോക്കിക്കോളാം മുത്തശ്ശി എന്നല്ലേ പറഞ്ഞത്. എന്തായാലും മുത്തശ്ശി ഒരു കാരണവശാലും അമ്മയും മുത്തശ്ശിയും വിഷമിക്കേണ്ട, ഇന്ന് തന്നെ വേദ എത്തുകയും വേദ വന്നു കഴിഞ്ഞാൽ വേദേനെ ഞാൻ വിളിപ്പിച്ചോളാം, അങ്ങോട്ട് വിളിപ്പിക്കുകയും ചെയ്യാമെന്ന് പറഞ്ഞു കേട്ടപ്പോൾ അമ്മയ്ക്കും മുത്തശ്ശിക്കും ഒരിച്ചിരി സന്തോഷമൊക്കെ ആയി. അപ്പം വേദയുടെ അമ്മ പറയുന്നുണ്ട്, കമലം ഈ കുട്ടിയുടെ വാക്കുകൾ കേൾക്കുമ്പോൾ ഒരു സമാധാനമുണ്ട്, അങ്ങനെ ആയിരുന്നാൽ മതിയായിരുന്നു എന്ന് പറഞ്ഞ് അവരെല്ലാവരും സമാധാനപ്പെടുന്നുണ്ട്. എൻ്റെ മുത്തശ്ശി പറയുന്നുണ്ട്, എന്താണ് നമ്മൾ പിന്നെ എന്താണ് കമലത്തിൻ്റെ വീടിനെ കുറിച്ച് പറഞ്ഞു കേട്ടിട്ടുണ്ട്, കാച്ചി വെച്ച നറുപാല് പോലെയാണ് കമലത്തിൻ്റെ വീടെന്ന്. പക്ഷെ അതിനിടയിൽ ഒരു കാഞ്ഞിരക്കുരു മതിയല്ലോ അതെല്ലാം നശിപ്പിക്കാനെന്ന് പറയുമ്പോൾ അത് ആർക്കിട്ടാണ് മുത്തശ്ശി പറഞ്ഞതെന്നുള്ളത് നമ്മുടെ നന്ദിനിക്ക് മനസ്സിലാവും. അപ്പോൾ വിനായകൻ നന്ദിനിനെ ഇങ്ങനെ നോക്കി ഒരു ആക്ടിങ് ഉണ്ട്. അതൊക്കെ കഴിഞ്ഞ് അവർ അവിടെ നിന്ന് ഇറങ്ങുകയാണ്. അപ്പം മാഷ് പറയുന്നുണ്ട്, എന്തായാലും ഇന്ന് എൻ്റെ മക്കളെ കൊണ്ട് ഞാൻ തീർച്ചയായിട്ടും വിക്രമിനെയും വേദേനെയും കുറിച്ച് തിരക്കി ഇന്ന് തന്നെ വൈകിട്ട് അവരെ കണ്ടെത്താനുള്ള വഴികൾ നോക്കാമെന്ന് മാഷ് ഉറപ്പ് കൊടുക്കുന്നു. ഇത് കേട്ട് സമാധാനത്തോടു കൂടി അവർ വീട്ടിൽ വരികയാണ്. അത് കഴിഞ്ഞ് പിന്നെ നേരെ കാണിക്കുന്നത് നമ്മുടെ വിക്രമിനെയും വേദേനെയാണ്. അവർ കാട്ടിൽ ഇങ്ങനെ കരഞ്ഞുകൊണ്ട് ഇരുന്നിട്ട് കാര്യമില്ല വേദ, നമുക്ക് എത്രയും പെട്ടെന്ന് നമുക്ക് ഇവിടെ നിന്ന് എസ്കേപ്പ് ആവണം. കാര്യം ഗുണ്ടകൾ വന്ന അവന്മാർ ഈ സ്ഥലമൊക്കെ അരിച്ച് പിറക്കും എന്നുള്ള കാര്യം ഉറപ്പാണ് എന്നിങ്ങനെ പറയുന്നുണ്ട്. എത്രയും പെട്ടെന്ന് നമുക്ക് ഇവിടെ നിന്ന് പോകണം എന്നുള്ള കാര്യം വിക്രം പറഞ്ഞ് അവളെ കൈ പിടിച്ച് എഴുന്നേൽപ്പിക്കുന്ന രംഗാണ് കാണുന്നത്. ആ കറക്റ്റ് ടൈമിൽ തന്നെ അതിലുള്ള കുറേ ഗുണ്ടകൾ വരികയും അതിലൊരാളുടെ കണ്ണിൽ വിക്രമിനെയും വേദേനെയും കാണുകയും ചെയ്യും. അപ്പോൾ അവൻ മറ്റുള്ളവരെയും കൂടെ വിളിച്ച് കട്ടിട്ട് ദേന്ന് പറഞ്ഞ് അവരുടെ അടുത്ത് ചെല്ലുകയാണ്. പിന്നെ അവരെ പിടിക്കാനുള്ള ശ്രമമാണ്. പക്ഷെ അവർ അവിടെ നിന്ന് പെട്ടെന്ന് തന്നെ എസ്കേപ്പ് ആയിട്ട് ഒളിച്ച് ഒരു മരത്തിൻ്റെ പുറകിലായിട്ട് ഒളിച്ച് നിൽക്കും. പക്ഷേ ഗുണ്ടകൾ അവിടെയൊക്കെ തെരഞ്ഞുവെങ്കിലും അവരെ കണ്ണിപ്പെടാണ്ട് എന്തായാലും രക്ഷപ്പെട്ട്. അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് വേദയുടെ വീടാണ്. അമ്മയും മുത്തശ്ശിയും കൂടെ കിച്ചണിൽ നിന്ന് അമ്മ കരയുന്ന അമ്മേനെ മുത്തശ്ശി സമാധാനിപ്പിക്കുന്ന രംഗമാണ്. പക്ഷെ ഇതെല്ലാം കേട്ടുകൊണ്ട് വർഷ കിച്ചണിലോട്ട് വരുന്നുണ്ട്, ശ്രീകാന്തിന്റെ വൈഫ്. അപ്പോൾ വർഷ കേട്ടിട്ട് വർഷയ്ക്ക് മനസ്സിലായി വിക്രമിനും വേദയ്ക്കും എന്തോ സംഭവിച്ചിട്ടുണ്ട്. അത് ഓർത്തിട്ടാണ് അമ്മ കരയുന്നത്. വർഷ അപ്പം തന്നെ ശ്രീകാന്തേട്ട അമ്മ കരയുന്നുണ്ട്, വർഷയ്ക്കും വേദയ്ക്കും വിക്രമിനും എന്തോ സംഭവിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാണ് അമ്മ കരയുന്നത്. അപ്പം തന്നെ ശ്രീകാന്ത് അമ്മയെന്ന് വിളിച്ചിട്ട് അമ്മയും മുത്തശ്ശിയും കൂടെ പുറത്തോട്ട് വരികയും എന്തിനാ അമ്മ കരയുന്നത്, വിക്രമിനും വേദയ്ക്കും എന്താ സംഭവിച്ചതെന്ന് ശ്രീകാന്ത് ചോദിക്കുന്നതാണ്. അപ്പോൾ അമ്മയും മുത്തശ്ശിയും പരസ്പരം മുഖത്തോട് മുഖം നോക്കി നിൽക്കുകയാണ്. അപ്പോൾ പറയും, ഇങ്ങനെയൊക്കെയാണ് വേദ ഇവിടെ വന്നിട്ട് അന്ന് കോടതിയിൽ നിന്ന് ഇറങ്ങി അച്ഛനെ വന്ന് കണ്ടിട്ട് ഇവിടെ നിന്ന് പോയി, പിന്നെ അവിടെ എത്തിയിട്ടില്ല. അപ്പോൾ വർഷ ചോദിക്കണം, അമ്മ എന്തൊക്കെയാണ് ഈ പറയുന്നത്, വേദ പിന്നെ ഇങ്ങോട്ട് പോയി അറിയില്ല, വിക്രമിനെയും കാണാനില്ല. അപ്പോൾ വിക്രമം അന്ന് കോടതിയിൽ നിന്ന് വന്നിട്ടില്ലേ എന്ന് ശ്രീകാന്ത് ചോദിക്കുമ്പോൾ പറയാം, അവൻ അന്ന് വന്നു എന്നിട്ട് പിന്നെ പുറത്തു പോയി, അതിനുശേഷം വിക്രമും ഇവിടെ വന്നിട്ടില്ല എന്നാണ് അവരെ വീട്ടിൽ ഞങ്ങൾ പോയി തിരക്കിയപ്പോൾ കിട്ടിയ വിവരം. അങ്ങനെ
കാരണം വെച്ചാൽ അവർക്ക് എന്തൊക്കെ സംശയം തോന്നിയതുകൊണ്ട് അമ്മയും മുത്തശ്ശിയും കൂടെ ഇങ്ങനെ വിക്രമിന്റെ വീട്ടിൽ പോയി വേദേനെ വിക്രമിന്റെ കാര്യങ്ങൾ തിരക്കിയപ്പോഴുള്ള അറിവ് ഇത്രയാണ്. അപ്പോൾ തന്നെ ശ്രീകാന്ത് പറയുന്നു, ഇതിൽ ആരെയും സംശയിക്കേണ്ട, വിക്രമിനെ തന്നെ സംശയിക്കണം. കാര്യം അവനെതിരെ സാക്ഷി പറയാൻ പോയത് കൊണ്ട് അവൻ മിക്കവാറും വേദേനെ കൊന്നിട്ടുണ്ടാവുന്നു. അപ്പം മുത്തശ്ശി അമ്മ അവനെ വഴക്ക് പറയും, നീ അങ്ങനെയൊന്നും സംസാരിക്കില്ലേ. അപ്പം ശ്രീകാന്ത് ആ മുത്തശ്ശിയോട് ചോദിക്കും, മുത്തശ്ശിയുടെ വിക്രമാണോ അതോ വേദിയാണോ എന്ന് ചോദിക്കും. അപ്പം മുത്തശ്ശി ഒന്നും മിണ്ടുന്നില്ല. അത്രയും പറഞ്ഞുകൊണ്ട് അവിടുത്തെ സീൻ എന്തായാലും ഒരു കാര്യം ചെയ്യാം, വർഷ പറയും, ഞാൻ നന്ദിനീനെ ഒന്ന് വിളിക്കട്ടെ, അവിടുത്തെ വിവരങ്ങൾ അറിഞ്ഞതിന് ശേഷം ഞാൻ പോയി ഒന്ന് തിരക്കാമെന്ന് വർഷ പറയുന്നുണ്ട്. അത്രയും പറഞ്ഞുകൊണ്ട് അവിടുത്തെ കട്ട് ചെയ്യാണ്. അത് കഴിഞ്ഞ് പിന്നെ നേരെ കാണിക്കുന്നത് മാഷിന്റെ വീടാണ്. അവിടെ ബാങ്കിൽ നിന്നും ജപ്തി നടപടിക്ക് ആള് വരുന്ന ഒരു സീനാണ്. അപ്പോൾ നമ്മുടെ നന്ദിനിയും വിനായകനും കൂടെ പൈപ്പിൽ മോട്ടർ അടിക്കാൻ പറ്റില്ലല്ലോ, കറണ്ട് ഇല്ലാത്തതുകൊണ്ട് കിണറ്റിൽ വെള്ളം കോരി രണ്ടുപേരും തളർന്നു. അപ്പോൾ അതിനുശേഷം പിന്നെ കാണിക്കുന്നത് ഒരു കാറ് വന്ന് നിർത്തുകയും അതിൻ്റെ അകത്ത് നിന്ന് ബാങ്കിൽ നിന്ന് ആൾക്കാർ ഇറങ്ങി വരികയും വിനായകൻ ചെന്ന് ചോദിക്കുന്നു, നിങ്ങൾ ഇവിടെ നിന്നാണ് വരുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ബാങ്കിൽ നിന്നാണ്, മാഷ് എന്തിയെന്ന് ചോദിക്കും. അപ്പോൾ തന്നെ കമലയും ശ്രീജയും എല്ലാവരും പുറത്തോട്ട് വരുന്നു, നന്ദിനിയൊക്കെ വന്നു. അപ്പോഴേക്കും തന്നെ മാഷ് കയറി വരികയാണ്. അപ്പോൾ ഞങ്ങൾ ബാങ്കിൽ നിന്നാണ്, അപ്പോൾ എത്രയും പെട്ടെന്ന് ജപ്തി നടപടിക്കുള്ള നോട്ടീസ് ഒട്ടിക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ മാഷ് പറയും, ഞാൻ എങ്ങനെയാണെങ്കിലും മാനേജറെ കണ്ട് ഇതിനെക്കുറിച്ചൊന്ന് സംസാരിച്ച് ഞാൻ വെക്കാം, നിങ്ങൾ ഇതിലൊന്നും ചെയ്യരുത് ഒരാഴ്ചയ്ക്കുള്ളിൽ. അപ്പോൾ ആ ബാങ്കുകാർ പറയും, നമുക്കിനി ഇതിലൊന്നും ചെയ്യാൻ പറ്റില്ല, എന്തായാലും ഞങ്ങൾക്ക് ഈ നോട്ടീസ് ഒട്ടിച്ചാൽ ഞങ്ങളുടെ നിയമ നടപടികൾ ചെയ്യാതിരിക്കാൻ പറ്റില്ല എന്ന് ബാങ്കുകാർ പറയുന്ന രംഗമാണ് കാണിക്കുന്നത്. അപ്പം മാഷ് കുറേ റിക്വസ്റ്റ് ചെയ്തെങ്കിലും അതിൽ കാര്യമില്ല. അതുപോലെ വിനായകനും പറയുന്നുണ്ട്, നാട്ടുകാരെ അറിഞ്ഞ നാണക്കേടല്ലേ. അപ്പോൾ ബാങ്കുകാർ പറയും, ഒരാഴ്ചക്കകത്ത് നിങ്ങൾ ഇവിടെ നിന്ന് മാറേണ്ടി വരും, ഞങ്ങൾ ഈ വീട് നിരത്തി സ്ഥലം ബാങ്ക് ജപ്തി ചെയ്തെടുക്കുക, അന്നേരം നാട്ടുകാരെ അറിയില്ലേ എന്നും ചോദിക്കുന്നുണ്ട്. എന്തായാലും അവരുടെ നടപടിക്രമങ്ങൾ ചെയ്ത് ആ നോട്ടീസ് അവിടെ ഒട്ടിച്ചു പോകും. അപ്പോഴേക്കും നന്ദിനി അങ്ങോട്ട് തുടങ്ങിയില്ലേ, നാക്കിനില്ലല്ലോ ആ സാധനത്തിന്. അപ്പം തന്നെ കണ്ടില്ലേ, ഇത്രയും വലിയൊരു അവസ്ഥ വരുത്തി ഞങ്ങൾ എല്ലാവരും തെരുവിൽ ഇറങ്ങേണ്ടി വന്നില്ലേ എന്ന് പറഞ്ഞ് നന്ദിനി അങ്ങ് തുടങ്ങണം. അപ്പോൾ ശ്രീജ പറയുന്നുണ്ട്, ഈ സമയത്ത് അങ്ങനെ പറയില്ലേ. വിനായകനും പറയുന്നുണ്ട്, പക്ഷെ നന്ദിനി ഇതൊന്നും കേൾക്കുന്നില്ല. അന്ന് കുറി പൈസ കിട്ടിയപ്പോൾ വേദ മൊത്തം അടയ്ക്കാമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, വേണ്ട, ഒരു വീതം ഞങ്ങളിടാം, 2 വീതം വിക്രമും പിന്നെ നമ്മുടെ വിശ്വചേട്ടനും കൂടെ അടയ്ക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ, അന്ന് എന്തായിരുന്നു എന്നെ എല്ലാം കൂടെ കടിച്ചു കീറി തിന്നാൻ വന്നു, എന്നെയും വിനായകനായിട്ടേയും കൂടെ ഇടിച്ചു നിരത്തേണ്ട കണക്കാണ് എല്ലാം കൂടെ വന്നത്. ഇപ്പം എൻ്റെ ഒറ്റയ്ക്ക് അടച്ചോളാം, ഇത് ആരും അടയ്ക്കണ്ട, ഞാൻ തന്നെ ഒറ്റയ്ക്ക് അടച്ചോളാം എന്ന് പറഞ്ഞ മോൻ എന്തിയെന്ന് ചോദിച്ച് കമലയുടെ നേരെ തിരിയുന്ന രംഗങ്ങളൊക്കെയാണ്. അപ്പം മൊത്തത്തിൽ ആകെ അവിടെ എല്ലാവരും മാനസികമായിട്ട് എല്ലാവരും തളർന്ന് നിൽക്കുന്ന സിറ്റുവേഷനാണ്. എന്നിട്ടും നന്ദിനി നിർത്തുന്നില്ല. മാഷിൻ്റെ നേരെ ചെന്നിട്ട് പറയുന്നുണ്ട്, നിങ്ങളുടെ അമ്മയ്ക്ക് വേണ്ട പൂത്ത പണം ഉണ്ടല്ലോ, അപ്പം അഭിമാനം, നിങ്ങൾക്ക് പണം ചോദിച്ച് കുറച്ച് ഈ കടങ്ങളങ്ങ് വീട്ടിയാൽ എന്നാന്ന് ചോദിക്കും. മാഷിൻ്റെ മാക്സിമം കൺട്രോൾ നേരെ തെറ്റിപ്പോകുമ്പോൾ മാഷ് വിളിക്കുന്നുണ്ട്, നിർത്തടി എന്നിങ്ങനെ പറയുന്ന രംഗമാണ്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ പവിത്രം സീരിയൽ ഇന്ന് വരാനിരിക്കുന്ന ആ ഒരു എപ്പിസോഡ്. അപ്പോൾ നാളത്തെ ഒരു എപ്പിസോഡ് പ്രൊമോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ടാറ്റാ, ബൈ ബൈ.